യേശുവേ ഞാൻ നാടപ്പള്ളി ഏലംകുന്ന് ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ പേര് സുമ. ഞാൻ എൻ്റെ മകൾക്ക് ഒരു 2 സെൻറ്റ് സ്ഥലം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അച്ചാരം കൊടുത്തു. പക്ഷേ ലോൺ അനുവദിച്ചത് മെയ് മാസത്തിലേ കിട്ടത്തുള്ളൂ. മാർച്ച് 15 മുമ്പ് ഇത് എഴുതിയെടുക്കുകയും വേണം. അങ്ങനെ അവളും വിഷമിച്ചു. എന്നോട് വന്ന് പറഞ്ഞു, ഞാനും വിഷമിച്ചു. ഞാൻ 1-2 പേരോട് ലോൺ അനുവദിക്കുന്നത് വരുത്തേക്ക് കുറച്ച് സ്വർണ്ണം ആവശ്യപ്പെട്ടു. ആദ്യം അവരത് തരാൻ മടിച്ചു. എങ്കിലും മാർച്ച് 7-ാം തീയതി തന്നെ അവർ പണയം വെച്ച് പണം കൊണ്ട് തന്നു. 13-ാം തീയതി സ്ഥലം എഴുതിയെടുക്കാൻ സാധിച്ചു. പിന്നെ അന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു ടൂർ പോകുന്നതിന് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ കേദാർനാഥിലെ അപകടാവസ്ഥയൊക്കെ കണ്ടുപിടിച്ചപ്പോഴത്തേക്കിന് എൻ്റെ വീട്ടിൽ ഞാൻ ഭർത്താവ് മാത്രമേ ഉള്ളൂ. ഭർത്താവിന് സുഖമില്ല. അമ്മ പോയാൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് എല്ലാവരും തടസ്സം പറഞ്ഞു. ഞാനും ഭർത്താവും കൂടി ആ 2-ാം വെള്ളിയാഴ്ച ഇവിടുന്ന് വരാൻ യാദൃശ്യമായിട്ടൊരു അവസരം ഉണ്ടായി. ഞങ്ങളിവിടെ വന്നു. ഞാൻ അച്ഛനോട് വന്നിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാനങ്ങനെ പോയിട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ഭയമായിരുന്നു. അച്ഛൻ്റെ കുറച്ചൊരു കേട്ട് പ്രാർത്ഥനയും കിട്ടിയപ്പോൾ എനിക്കത് നല്ല ധൈര്യമായി. പിന്നെ എതിർത്തവരോടൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ മോൾ അയർലൻഡിൽ നിന്ന് എന്നോട് പറഞ്ഞു, അമ്മ പോകണ്ട, ഭയങ്കര പ്രശ്നങ്ങളാണ്, കാലാവസ്ഥ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ കേദാർനാഥിലല്ലേ ഞങ്ങൾ പോകുന്നത്, യേശുവിൻ്റെ മുറിവിൽ കൈവച്ച് തൊട്ട തോമാശ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എന്ത് വന്നിരുന്നാലും ഞാൻ പോകാമെന്ന് തീരുമാനിച്ചുറച്ചെന്ന് പറഞ്ഞു. അന്നെങ്കിൽ അമ്മയുടെ ഇഷ്ടം എന്നുള്ള പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ജൂൺ 25-ാം തീയതി പോയി. ഞങ്ങൾ 4 പള്ളികളിൽ പോയി. അവിടെ ചെന്നിടത്തൊക്കെ ഇന്നും വീട്ടിലോട്ട് വിളിച്ചപ്പോൾ ഇവിടെ എല്ലാം ഭയങ്കര മഴയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പോയിടത്തൊന്നും തുള്ളി മഴ പോലും പെയ്തില്ല. ഞങ്ങൾക്ക് എല്ലായിടവും കണ്ട് പോരാൻ സാധിച്ചു. പിന്നെ ഇറങ്ങുള്ളത് എനിക്ക് ചില ബുധനാഴ്ചകൾ ഇങ്ങനെ വരാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് എവിടെയെങ്കിലും പടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് ദേഹത്തിന് മുഴുവൻ വേദന വന്നിട്ട് ഛർദ്ദിക്കണമെന്ന് തോന്നുക, ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ പിന്നെ വരുന്നില്ലെന്ന് വെക്കും. അപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തത് ഞാൻ പാറയപ്പള്ളിയിൽ പോയി വൈകിട്ടത്തെ കുർബാന കൂടും. അങ്ങനെ ഒരു ദിവസം ഇവിടെ വരാൻ കഴിഞ്ഞിട്ട് പറ്റാതെ ഞാൻ ഉച്ച കഴിഞ്ഞ് പാറയപ്പള്ളിയിൽ പോയി. അവിടെ ചെല്ലുന്നവരെ വലിയ കുഴപ്പമില്ലായിരുന്നു. ചെന്ന് കഴിഞ്ഞ് കുർബാനയോട് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ പെരുത്ത് കയറി വരുന്നത് പോലെ തോന്നി. ഞാൻ അവിടെ ഏറ്റവും മുന്നിൽ തന്നെ നിന്നു. കുർബാനയൊക്കെ ആയി. കുർബാന സ്വീകരണത്തിന് സമയമായപ്പോൾ ഞാൻ യേശുവിനോട് ചോദിച്ചു, എൻ്റെ യേശുവേ, ഞാൻ എനിക്ക് ബലിയർപ്പണത്തിൽ കുർബാന സ്വീകരിക്കാതെ പോയാൽ എനിക്ക് ഇനി ഒരു ബലി കൂടാൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ ഛർദ്ദിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കുർബാന സ്വീകരിക്കും എന്ന് ഈശോയോട് പറഞ്ഞിട്ട് ഞാൻ കുർബാന സ്വീകരിച്ച് സ്വല്പം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഛർദ്ദിക്കണമെന്ന് തോന്നി. തൊണ്ട വരെ ഇങ്ങനെ ഛർദ്ദിക്കണമെന്ന് തോന്നി. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് ഈ അച്ഛന്മാർ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. വാഴക്കളത്തച്ഛനും കല്യാണത്തച്ഛനും എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ണടച്ച് നിൽക്കുകയാണ്. ഛർദ്ദിക്കാതെ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛന്മാരിങ്ങനെ എൻ്റെ മുന്നിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഈ അച്ഛന്മാരെ എന്നെ സഹായിക്കാനാണോ ഇപ്പോൾ എനിക്കിത് കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചു. എന്നെ സഹായിക്കണം, എൻ്റെ കൂടെ ആരുമില്ല, ഞാനൊന്നും പൈസയൊന്നും കൂടെ എടുത്തിട്ടില്ല, അതുവഴി ആശുപത്രി പോകാനാണെങ്കിൽ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും പുറത്തിറങ്ങി നിന്നു. 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പൊങ്ങി വന്ന ആ അസ്വസ്ഥതകളെല്ലാം അതേപോലെ താന്ന് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ വരാനും കൃപ കിട്ടി. ദൈവത്തിനാർക്ക് നന്ദി പറയാം. കുർബാന സ്വീകരിച്ച് ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി ടെൻഷൻ പിടിച്ചപ്പോൾ കർത്താവ് അവർ കൃപ കൊടുത്തു. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.